ടു ദിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ബോണ്ട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ്: ഗോതമ്പ് പൊടി 1 കപ്പ്, പാളയംകോടൻ പഴം 3 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ പഴമായതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്, വലുതാണെങ്കിൽ 1 എണ്ണം മതിയാവും. ഏലക്ക പൊടിച്ചത് 1 സ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ശർക്കര പാനിയാക്കിയത് 1 ഗ്ലാസ്, ഫ്രൈ ചെയ്യാൻ ആവശ്യമായ കോക്കനട്ട് ഓയിൽ. ഇനി നമുക്ക് പഴം ചെറുതായിട്ട് അരിഞ്ഞ് ശർക്കര പാനിയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് മാവിൽ ഏലക്ക പൊടിച്ചത്, ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പഴവും ശർക്കര പാനിയും ചേർത്തിട്ടുള്ള ആ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ബാക്കിയുള്ള പഴവും ശർക്കര മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിരിക്കുന്ന ശർക്കര പാനിയും കൂടി ചേർത്ത് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. വെള്ളം കൂടി പോകാൻ പാടില്ല. ഇത് ഒരുപാട് തിക്കോ ഒരുപാട് ലൂസോ ആവാൻ പാടില്ല. ബോണ്ടയ്ക്കുള്ള ബോൾ ഇടാൻ പരുവത്തിനായിരിക്കണം. ബോണ്ടയ്ക്കുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഒരു 2-2.5 മണിക്കൂർ ഇങ്ങനെ വച്ചതിന് ശേഷം വേണം ബോണ്ട തയ്യാറാക്കാൻ. നമ്മുടെ മാവ് പൊളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോണ്ട തയ്യാറാക്കാം. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി ബോണ്ടയ്ക്കുള്ള മാവ് ഇട്ട് കൊടുക്കാം. ചെറിയ ബോളുകളായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് വേണം തയ്യാറാക്കാൻ, അല്ലെങ്കിൽ ഉള്ളു നന്നായി വെന്ത് കിട്ടില്ല. ഇത് നന്നായി പൊങ്ങി വരും. നമ്മുടെ ബോണ്ട പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ബോണ്ട 2 സൈഡ് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.